CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിൽ മൗനം വെടിഞ്ഞ് മുതിർന്ന കോൺഗ്രസ് നേതാവും നിയുക്ത MLAയുമായ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ നിശ്ചയിച്ച ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും 10 വർഷക്കാലത്തെ LDF ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തമാണ് UDF സർക്കാരിനുള്ളത് എന്നും ചെന്നിത്തല. സംസ്ഥാനത്തെ ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 4,14,290 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടി. 30,514 വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും A+ സ്വന്തമാക്കി. വിജയശതമാനത്തിലും ഫുൾ A+ നേടിയവരുടെ ആകെ എണ്ണത്തിലും കുറവ്. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 3 രൂപയാണ് കൂട്ടിയത്. 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നായിരുന്നു എണ്ണ കമ്പനികളുടെ ആവശ്യം. CNG വില കിലോയ്ക്ക് 2 രൂപയും വർദ്ധിപ്പിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റിക്കൊണ്ട് ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കി UDF സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും നിയുക്ത MLAയുമായ K. മുരളീധരൻ. തർക്കങ്ങളെല്ലാം പരിഹരിച്ച് ടീം UDF ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകുമെന്ന് മുരളീധരൻ ഗുരുവായൂരിൽ. സംസാരിക്കാൻ അനുമതി നൽകിയില്ലെന്നാരോപിച്ച് BJP കൗൺസിലർമാർ നടത്തിയ കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് കുന്നംകുളം നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം അജണ്ടകൾ ചർച്ച ചെയ്യാതെ അവസാനിപ്പിച്ചു. ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ചെയർപേഴ്സൺ ഒളിച്ചോടുകയാണെന്ന് BJP. വിഷയങ്ങൾ ആവർത്തിച്ച് വിലപ്പെട്ട സമയം പാഴാക്കുകയാണെന്ന് നഗരസഭാ അധ്യക്ഷ. വേലൂർ പഞ്ചായത്തിലെ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്താൻ പഞ്ചായത്ത് ഭരണസമിതി ഒത്താശ ചെയ്തുവെന്ന ചില രാഷ്ട്രീയ നേതാക്കളുടെ ആരോപണങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ. ഞമനങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ പ്രശസ്ത കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണനുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ 2025 മുതൽ സംഘടിപ്പിച്ചു വരുന്ന ഭാവരസ ആക്ടിംഗ് വർക്ക്ഷോപ്പ് സീരീസിലെ 4ാം ചാപ്റ്ററായിരുന്നു കോഫി വിത്ത് രാജേഷ് നാരായണൻ. ടാൻസാനിയിലുണ്ടായ വാഹനാപകടത്തിൽ പോർക്കുളം സ്വദേശിയായ യുവാവ് മരിച്ചു. പോർക്കുളം വില്ലേജിന് സമീപം കോതോട്ട് വീട്ടിൽ പരേതനായ ജയരാജന്റെ മകൻ കണ്ണൻ എന്ന തേജസ്സാണ് മരിച്ചത്. സംസ്കാരം നടത്തി. പെരുമ്പിലാവ് ജംഗ്ഷനിൽ 3 ആഴ്ചയായി കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തം. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ തുടക്കം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പുന്നൂർക്കുളത്ത് UDF ആഹ്ലാദ പ്രകടനം നടത്തി. ചാവക്കാട് എംപവർ ഗ്രൂപ്പിന്റെ വനിതാ സംരംഭകരുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന മഹാസംഗമത്തിന് തുടക്കമായി. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കുന്നംകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഏജന്റുമാരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം സംഘടിപ്പിച്ചു. നോയിഡയിലെ തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CITU ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ സദസ്സും കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡ് കത്തിച്ച് പ്രതിഷേധവും നടത്തി. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും പ്രതിഷ്ഠാദിന ഉത്സവവും തുടങ്ങി. മെയ് 21-നാണ് പ്രതിഷ്ഠാദിനാഘോഷം. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ സുരക്ഷാ സമിതി രൂപീകരണവും പ്രഥമ യോഗവും നടന്നു. കാട്ടകമ്പൽ പഞ്ചായത്തിനെ സമ്പൂർണ്ണ തിമിരവിമുക്ത പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ മുഴുവൻ വാർഡുകളിലും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കാഴ്ച 2026 എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പിന്റെ പഞ്ചായത്തല ഉദ്ഘാടനം മെയ് 17-ന് പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കും. SSSCE 12ാം ക്ലാസ് പരീക്ഷയിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന് 100% വിജയം. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.